ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മൈക്രോ എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സ് is that branch of economics that deals with the behavior of individual units. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഒരു എക്കോണമിയിലുള്ള കൺസ്യൂമറിനെ കുറിച്ച്, ഒരു സിംഗിൾ കമ്മോഡിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ പ്രൈസിനെ കുറിച്ച്, ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച്, അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള യൂണിറ്റ്സിനെ ഫോക്കസ് ചെയ്ത് സ്റ്റഡി നടത്തി ഹോൾ എക്കോണമിയിലും ഇതാണ് സിറ്റുവേഷൻ എന്ന് അപ്ലൈ ചെയ്യുന്ന എക്കണോമിക്സിന്റെ ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സ്. ദെൻ നോക്കുക വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ നമ്മൾ മാക്രോ എക്കണോമിക്സിലോട്ട് പോവുകയാണ്. അപ്പൊ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് എക്കോണമി ആസ് എ ഹോൾ. എക്കോണമിയെ മൊത്തമായിട്ടും കൺസിഡർ ചെയ്യുവാണ് ഇത് ചെയ്യുന്നത്, മാക്രോ എക്കണോമിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്രോ എക്കണോമിക്സിനെ എന്തെന്ന് വിളിക്കുന്നു? അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്ന് വിളിക്കുന്നു. വേറൊരു പേരൂടെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, ഇൻകം തിയറി. അതായത് എങ്ങനെ നാഷണൽ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഏതാണ്? മാക്രോ എക്കണോമിക്സ് ആണ്. കാര്യം ഹോളിസ്റ്റിക് വേയില് എല്ലാത്തിനെയും അഗ്രിഗേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എക്കോണമിയിൽ ഒരു വർഷം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏതിന്റെ സഹായത്തോടെയാണ്? മാക്രോ എക്കണോമിക്സിന്റെ സഹായത്തോടെയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേം മൈക്രോയും മാക്രോയും കോയിൻ ചെയ്തത് റാഗ്നർ ഫ്രിഷ് എന്ന ഒരു എക്കോണമിസ്റ്റ് ആണെന്ന്. ഓക്കെ, അപ്പൊ മാക്രോ മീൻസ് എന്താണ്? ലാർജ് ആണെന്നും ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ അതിലോട്ട് പോകണ്ട, നേരെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പൊ എന്താണ് മാക്രോ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്? അതായത് അത് എത്രത്തോളം വൈഡ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ഇൻകം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് ഒരു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ തോതിൽ ഡെഫിനിഷനിലോട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ നമുക്കറിയാം, ഒരു രാജ്യത്തെ അല്ലെ ഇറ്റ്സ് എ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് എ ഇയർ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കണക്ക് പണത്തിൽ പ്രതിപാദിക്കുന്നതാണ് എന്ത്? ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഹോൾ എക്കോണമിയുടെ ഇൻകം ആണ് നോക്കുന്നത്. അപ്പൊ അത് ഏതിലൂടെയാണ്? നാഷണൽ ഇൻകത്തിലൂടെയാണ്. അപ്പൊ അത്രയും എല്ലാ രാജ്യങ്ങളും എന്താണ് അവരുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്? മാക്രോ എക്കണോമിക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്? എല്ലാ രാജ്യത്തും എന്താണ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് ഒരു മെയിൻ, എത്രത്തോളം അവിടുത്തെ ആൾക്കാർക്ക് ജോലിയുണ്ട്, അതൊരു രാജ്യത്തിന്റെ എന്താണ് എത്രത്തോളം അവർ ബെസ്റ്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ എംപ്ലോയ്മെന്റ്, ഫുൾ എംപ്ലോയ്മെന്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ, ഏത് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എത്രയാണ്, ഇത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ നമുക്ക് മാക്രോ എക്കണോമിക്സ് വേണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫ്ലേഷൻ മീൻസ് നമ്മൾ എന്താണ് നമുക്കറിയാം, പണപ്പെരുപ്പം, റൈസിംഗ് പ്രൈസ് ലെവൽ ആൻഡ് ഡിക്രീസിംഗ് ദ വാല്യൂ ഓഫ് മണി. എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെ വില ഇങ്ങനെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? പണത്തിന്റെ മൂല്യം പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ടെൻഡൻസി, അതായത് 10 രൂപ കൊടുത്താൽ മുമ്പ് നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ എന്താണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 20 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം. അതായത് 10 രൂപയുടെ മൂല്യം എന്താണ്? പഴയ മൂല്യം ഇന്ന് അതിനില്ല, പകരം 20 രൂപ ആ സ്ഥാനത്ത് എത്തിയേക്കുന്നു. എന്താണ്? കറൻസിയുടെ മൂല്യം കുറയുന്നു, അതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുന്നു. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ഒരു യൂണിറ്റ് എടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഹോൾ എക്കോണമി ഒബ്സർവ് ചെയ്താണ് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തുന്നത്. ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ സെൻസസ് എടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഹോൾ എക്കോണമിയെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഏത് വേണം? മാക്രോ എക്കണോമിക്സ് വേണം. ദെൻ നോക്കുക, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്. എന്താണ് മോണിറ്ററി പോളിസീസ്? ആരുടെ പോളിസീസ് ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോണിറ്ററി പോളിസീസ് ആർ ദ പോളിസീസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ് ആർ ദ പോളിസീസ് ഓഫ് ഗവൺമെന്റ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ സെൻട്രൽ ബാങ്കും ഗവൺമെന്റ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഒരു ഇക്കോണമി സ്റ്റെബിലൈസ് ചെയ്യുന്നത്, എഫിഷ്യന്റ് ആക്കി സ്മൂത്ത് ആക്കി അതിന്റെ വർക്കിംഗ് കൊണ്ടുപോകുന്നത് ആരാണ്? സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ ഗവൺമെന്റും കൂടെയാണ്. ഗവൺമെന്റ് എന്താണ്? ടാക്സേഷനിലൂടെയും സബ്സിഡിയിലൂടെയും ഒക്കെ കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് എക്കണോമിക് പ്ലാനിങ്ങിലൂടെയും ഒക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ അത്തരം പോളിസീസ് ആണ് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസി. അപ്പൊ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ്, ഏത് വ്യൂ പോയിന്റിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? മാക്രോ എക്കണോമിക് വ്യൂ പോയിന്റിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ ട്രേഡ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് മീൻസ് എന്താണ്? ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, വ്യാപാര കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? മാക്രോ എക്കണോമിക്സിന്റെ ആ ഒരു വ്യൂ പോയിന്റിലൂടെയാണ്. അപ്പൊ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്
മാക്രോ. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എന്താണ്, ഒരു എക്കോണമി എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് മാക്രോ എക്കണോമിക്സിലൂടെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. പിന്നെ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് സൈക്കിളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതായത് എന്തൊക്കെയാണ്, ഒരു രാജ്യം സാമ്പത്തികമായി ഉയർന്ന രീതിയിലാണോ, അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്കലി ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ പീരീഡിനെ എന്ത് പറയുന്ന അറിയാമോ, ബൂം പീരീഡ് എന്ന് പറയും. ഇപ്പൊ ഞാൻ എക്കണോമിക് ഫ്ലക്ച്വേഷനെ കുറിച്ചാണ് പറയുന്നത്. എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ് സൈക്കിളിലൂടെയാണ്. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം എക്കണോമിക്കലി നല്ല എന്താണ് പീക്ക് പോയിന്റിലാണ്, ബെസ്റ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ എക്കോണമി എന്താണ് സാമ്പത്തികമായി വളരെ, അതായത് എല്ലാ മേഖലകളും എല്ലാ സെക്ടേഴ്സും എന്താണ് വളരെ പ്രോഫിറ്റിലാണ്, എല്ലാ ആൾക്കാർക്കും എംപ്ലോയ്മെന്റ് ഉണ്ട്, വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണെങ്കിൽ ആ പൊസിഷനെ നമ്മൾ പറയുന്നു ബൂം പീരീഡ്. എന്താണ് പറയുന്നത്, ബൂം പീരീഡ്. അതായത് ബൂം ഈസ് ദ പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി. അപ്പൊ പ്രോസ്പെരിറ്റി പീരീഡിലാന്ന് പറയാം. ഇനി ഈ പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റി എല്ലാം വളരെ ബെസ്റ്റ് ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വന്ന് എന്താണ് ഈ പറഞ്ഞ എന്താണ് പ്രൊഡക്ഷൻ, ടോട്ടൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിലോ അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡിലോ ഒക്കെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇതിൽ ചെറിയൊരു കുറവ് വന്നു കഴിഞ്ഞാൽ എക്കോണമി എന്താണ് അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ പ്രോസ്പെരിറ്റി പീരീഡിന് താഴേക്ക് വരും. അപ്പൊ അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം കുറച്ചൊന്ന് എന്താണ് സ്ലോ ആവും, എക്കോണമി അത് എഫക്ട് ചെയ്യാൻ തുടങ്ങും. ആ പീരീഡിനെയാണ് നമ്മൾ പറയുന്നത് റിസിഷൻ. ഇത് പണ്ട് മീൻസ് ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എല്ലാ ആഗോള രാജ്യങ്ങൾ മൊത്തം ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് റിസിഷൻ. നമുക്കറിയാം അമേരിക്കൻ ബാങ്കുകളെല്ലാം കൊളാപ്സ് ആയി, അതിനെ ഫോളോ ചെയ്ത് ബാക്കി എല്ലാ എക്കോണമീസിനെയും ഒരു പരിധി വരെ ഇത് ബാധിച്ചൊരു പ്രശ്നമാണ്. അപ്പൊ റിസിഷനിലേക്ക് എത്തും. ഈ റിസിഷൻ കഴിഞ്ഞാൽ ഇപ്പൊ റിസിഷന് വന്ന് നിൽക്കുകയാണ്, വീണ്ടും എക്കോണമി എന്താണ് വീണ്ടും അതേ പാതയിലൂടെ, അതായത് ഒരു തരത്തിലുള്ള എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാവാതെ വീണ്ടും എക്കണോമിക്കലി ഒറ്റ പ്രോഗ്രസ് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും വന്ന് എന്താണ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും എക്കോണമി എന്തിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും. ഡിപ്രഷൻ മീൻസ് നമുക്കറിയാം എന്താണ്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പോലെ തന്നെ സാമ്പത്തികമായി ഒരു രാജ്യം അല്ലെങ്കിൽ സാമ്പത്തിക മേഖല അനുഭവിക്കുന്ന എന്താണ് പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് എക്കോണമിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ആകുമ്പോൾ അതിനെ നമ്മൾ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലുള്ളത് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. ഒരു മേഖലയിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഐഡിയലായിട്ട് നിൽക്കും. അവിടെ ഇന്നും ഒരു പ്രൊഡക്ഷനും ഇല്ല, ഒരു വർക്കിങ്ങും ഇല്ല, ഫാക്ടറീസ് എല്ലാം ലോക്ക്ഡ്, ആർക്കും ജോലിയില്ല, ആർക്കും എന്താണ് സാധനങ്ങൾ വാങ്ങാൻ ക്യാഷ് ഇല്ല. അപ്പൊ പിന്നെ പ്രൊഡക്ഷൻ നടത്തിയാൽ അതിങ്ങനെ ഓവർ പ്രൊഡക്ഷൻ ആയിട്ട് കിടക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, അപ്പൊ ഇതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഇത് കംപ്ലീറ്റ് എന്താണ് ഇപ്പൊ മിക്കവാറും എന്താണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് കൊറോണ പീരീഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് റിസഷനിലോട്ടാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും പോകും. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഈ ഡിപ്രഷനെ ഫേസ് ചെയ്യുവാണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് രാജ്യം പതുക്കെ കയറി വീണ്ടും ഒരു ബെസ്റ്റ് പൊസിഷനിലോട്ട് പോകാൻ അവർക്ക് പറ്റിയാൽ അതിനെ നമ്മൾ പറയും റിക്കവറി. എന്താണ് റിക്കവറി? ഈ ഒരു പാത്താണ് റിക്കവറി എന്ന് പറയുന്നത്. ഈ റിക്കവറിയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രോഗ്രസീവ് ആയിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെ പോയി എന്താണ് ബൂം പീരീഡിലോട്ട് പോകാതാണ്. വീണ്ടും നമ്മൾ ഈ സ്റ്റേജിലെത്തും. വീണ്ടും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു എന്താണ് ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ റിസിഷനിലോട്ട് പോകും, ഡിപ്രഷനിലോട്ട് പോകും, റിക്കവറിയിലോട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ ബിസിനസ് സൈക്കിളിൽ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിളിലൊക്കെ വരുന്ന എല്ലാ മാറ്റങ്ങളും ഈ പറഞ്ഞ കണക്ക് എന്താണ് ഫ്ലക്ച്വേഷൻസ്, എക്കോണമിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് മാറ്റങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പൊ എക്കോണമി ഏത് സ്റ്റേജിലാണ്, ഇതൊക്കെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എംപ്ലോയ്മെന്റ് റേറ്റ് നോക്കും, പ്രൊഡക്ഷൻ നോക്കും, രാജ്യത്തിന്റെ ഇൻകം ഒരു വർഷത്തെ വരുമാനം നോക്കും, എത്ര ആൾക്കാർക്ക് ജോലി ലഭ്യമായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എക്കോണമിയിലെ ഡിമാൻഡ് നോക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാക്രോയിലൂടെയാണ് നമ്മൾ ഈ ഒരു ഡിസിഷനിൽ എത്തുന്നത്. അപ്പൊ ഫ്ലക്ച്വേഷൻസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എക്കണോമിക്കലി എങ്ങനെയാണ്, റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, ഫുള്ളി കമ്പാരിസൺ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു, മാക്രോ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നു. പിന്നെ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഭവങ്ങളെല്ലാം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ അങ്ങനെ എക്കണോമിക് പ്ലാനിങ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, മാക്രോ എക്കണോമിക്സ് വേണം. പിന്നെ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു രാജ്യം എങ്ങനെ വളർച്ച കൈവരിക്കുന്നു, എങ്ങനെ വികസനം അറ്റൈൻ ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പാതയിലേക്ക് നമ്മൾ എത്തുന്നത് മാക്രോ എക്കണോമിക്സിന്റെ സഹായത്തോടെയാണ്. അപ്പൊ വളരെ വൈഡോൺ ആയിട്ടുള്ള, അപ്പൊ എക്കണോമിക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. അടുത്ത ഏരിയ മീൻസ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്ട് ഡിറൈവ് ചെയ്ത് വന്നത്? അപ്പൊ നമ്മൾ എക്കണോമിക്സിന്റെ ഡെറിവേഷൻ പറഞ്ഞു, ഫാദർ ഓഫ് എക്കണോമിക്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞതാണ്. ഇനി അത് കഴിഞ്ഞ് എക്കണോമിക്സിന്റെ പ്രധാനമായിട്ടും തിയററ്റിക്കലി 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു.
മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ്. അപ്പൊ അതിനകത്ത് മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെ ഈ ഒരു സബ്ജക്ട് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എമേർജ് ചെയ്ത് വന്നു, എന്തുകൊണ്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് രണ്ട് സബ്ജക്റ്റ് ആയി മാറിയപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി. അതെന്താണ്, അത് ഹോൾ എക്കോണമിയിലും ഇതാണ് സിറ്റുവേഷൻ എന്ന് അനലൈസ് ചെയ്യുന്നതാണ് മൈക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഹോളിസ്റ്റിക് വ്യൂവിൽ തന്നെ എന്താണ് കാര്യങ്ങൾ ജനറൽ ഇക്വിലിബ്രിയം വേയിൽ തന്നെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, അതാണ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഈ ഒരു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്ട് ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടി അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അടുത്ത പോർഷൻ നമുക്ക് പറയാനുള്ളത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്ട് ഫോം ചെയ്ത് വന്നത്. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്ട് ഡിറൈവ് ചെയ്തത് പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഭാഗമായിരുന്നു. പിന്നെ അതിങ്ങനെ സെപ്പറേറ്റ് സബ്ജക്റ്റായി മാറി. അതിനുശേഷം എന്താണ് ആഡം സ്മിത്തും ആൽഫ്രഡ് മാർഷൽ അങ്ങനെ ഒരുപാട് എക്കോണമിസ്റ്റുകൾ എന്ത് ചെയ്തു വന്ന് അവരുടെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ എക്കണോമിക്സ് ഏകദേശം എന്താണ് ഒരേ വ്യൂ പോയിന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം. അപ്പോൾ ആദ്യം വന്ന എക്കണോമിക്സ് ഫോം ചെയ്ത ഫൗണ്ടിങ് ഫാദേഴ്സും അവരുടെ ആ ഒരു എക്കണോമിക് സിസ്റ്റം അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ, അതായത് ആഡം സ്മിത്തും ആൽഫ്രഡ് മാർഷലും നമ്മൾ ആ ഒരു ടൈം പീരീഡ് പറഞ്ഞത്, ആ ഒരു ടൈം പീരീഡിൽ എക്കണോമിക്സിനെ അല്ലെങ്കിൽ ആ ഒരു സെയിം തോട്ട്സ് ഫോളോ ചെയ്തിരുന്നവരെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ക്ലാസിക്കൽ എക്കോണമിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇവരുടെ സ്കൂൾസിനെ ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് എക്കണോമിക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവരെ ആ ഐഡിയാസ് ഫോളോ ചെയ്യുന്നവരാണ് ക്ലാസിക്കൽ എക്കോണമിസ്റ്റുകൾ. അപ്പോൾ അവര് തന്നെ ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, JBC, അങ്ങനെ JS മിൽ, അങ്ങനെ ഒത്തിരി എക്കോണമിസ്റ്റുകളുണ്ട്. അപ്പൊ ഇവരുടെ ഐഡിയാസ് ആയിട്ട് കുറെ, അതേപോലെ ആൽഫ്രഡ് മാർഷൽ ഇതിൽ വരത്തില്ല, ഈ ക്ലാസിക്കൽ ഐഡിയോളജി തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞ അടുത്ത സ്കൂൾ ഫോം ചെയ്തിട്ടാണ് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന് കുറെ ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ സ്കൂൾ, അപ്പൊ എക്കണോമിക്സിന് അങ്ങനെ കുറെ സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഫസ്റ്റ് സ്കൂൾസ് എക്കണോമിക്സിനെ കുറിച്ച് കൂടുതൽ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഫസ്റ്റ് ഫോം ചെയ്ത എക്കണോമിക് തിങ്കേഴ്സിന്റെ ഒരു സ്കൂളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് ആണ് നമ്മൾ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നും അത് ഫോളോ ചെയ്യുന്ന എക്കോണമിസ്റ്റുകളെ ക്ലാസിക്കൽ എക്കോണമിസ്റ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ആഡം സ്മിത്തിന്റെ ഒക്കെ ആശയങ്ങളായിട്ടുള്ള കുറെ ഒരു 3 പോയിന്റ്സ് എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതായത് എക്കോണമിയുടെ വർക്കിംഗ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള വില്ലിംഗ് ആയിട്ടുള്ള ഒരാളിന് ജോലി ലഭ്യമാകുന്ന അവസ്ഥ, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ള സിറ്റുവേഷൻ. അപ്പൊ ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഐഡിയ നമുക്ക് പറഞ്ഞു വരുന്നത് എന്താണ്, ഫുൾ എംപ്ലോയ്മെന്റ് മീൻസ് എന്താ, എക്കോണമിയിൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം. വർക്ക് ഫോഴ്സ് മീൻസ് എന്താണ്, അതായത് ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുള്ള ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വർക്ക് ഫോഴ്സിനും ജോലിയുള്ള അവസ്ഥ, എല്ലാ ആൾക്കാർക്കും ജോലി ചെയ്യാൻ ശേഷിയുള്ള എല്ലാവർക്കും തൊഴിലുള്ള അവസ്ഥയാണ് ഫുൾ എംപ്ലോയ്മെന്റ്. അപ്പൊ എക്കോണമിയിൽ എപ്പോഴും എന്തുണ്ടാവും എന്ന് ഇവർ പറഞ്ഞു, ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. എല്ലാ സമ്പദ് വ്യവസ്ഥയിലും എപ്പോഴും എല്ലാ ആൾക്കാർക്കും ജോലി ഉണ്ടായിരിക്കും. അഥവാ ഇനി ജോലി ഇപ്പോൾ അത് പ്രസന്റ് ഷോർട്ട് ടൈമിൽ ആ ജോലി ഇല്ലെങ്കിൽ തന്നെയും ലോങ് ടൈം ആവും, കുറച്ച് നാളിനുള്ളിൽ തന്നെ അവരെല്ലാം ജോലി നേടിയിരിക്കും എന്നുള്ള ഒരു ഫസ്റ്റ് എന്താണ് അവർ സ്റ്റേക്ക് ഓൺ ചെയ്തിരുന്ന പോയിന്റ് ആണ് ഫുൾ എംപ്ലോയ്മെന്റ്. സെക്കൻഡ് വൺ ഈസ് ഫ്രീ എക്കോണമി. അതായത് ഇവർ ഫോളോ ചെയ്തിരുന്ന ഐഡിയ ഇതാണ്, എല്ലാ എക്കോണമിയിലും എന്താണ് ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യമില്ല, അവരെല്ലാം ഫ്രീ ആയിട്ട് എക്കോണമിയിലെ എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ ആയിട്ട് നടന്നോളും. ദർ ഇസ് നോ നീഡ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. അവിടെ ഗവൺമെന്റ് വേണ്ട, ലൈസൻസ് ഫെയർ എന്നുള്ള ഒരു ആശയമാണ്. അത് ലെറ്റ് ഫ്രീ, എല്ലാവരെയും ഫ്രീ ആക്കി വിടുക. അവർ എക്കോണമിയിലെ ആക്ടിവിറ്റീസ് എല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കലി സ്മൂത്ത് ആയിട്ട് നടന്നോളും എന്നാണ് ആര് പറഞ്ഞത്, ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് പറഞ്ഞിരുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഈ JBC എന്ന് പറഞ്ഞൊരു എക്കോണമിസ്റ്റ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് എക്കോണമിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ആശയം ഉണ്ടായിരുന്നു, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. അതായത് മാർക്കറ്റിനെ കുറിച്ചുള്ള തത്വം. ഇപ്പൊ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിനെയും നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പോയി കണ്ട് നേരിട്ടല്ല, ഓൺലൈൻ ആണെങ്കിൽ എല്ലാം എന്താണ് മാർക്കറ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എവിടെ സാധനങ്ങൾ വാങ്ങുന്നു വിൽക്കുന്നു, ബയേഴ്സും സെല്ലേഴ്സും ഉള്ള ഏരിയ ഏതാണോ അതിനെ നമ്മൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, ഈ JBCയുടെ കോൺസെപ്റ്റിൽ മാർക്കറ്റിൽ എപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു തത്വമുണ്ട്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഈ JBC പറഞ്ഞ ഒരു ഐഡിയയാണ് ഞാനിവിടെ പറയുന്നത്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ അതിന്റെ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യും. എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലൈ മീൻസ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. അതായത് ഒരു എക്കോണമിയിൽ എന്താണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നു, ആൾക്കാർക്ക് അവൈലബിൾ ആണെങ്കിൽ അത്തരം സാധനങ്ങളെല്ലാം നമുക്ക് സിംപ്ലി ഇപ്പോൾ ഈ
ഒരു സെൻസിൽ സപ്ലൈ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ സപ്ലൈ എത്രത്തോളം സാധനങ്ങൾ രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്. അപ്പൊ സപ്ലൈ ഒരു സാധനം ഉത്പാദിപ്പിക്കുന്നു മീൻസ് അവിടെ ആര് വേണം? വർക്കേഴ്സ് വേണം. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ ഇൻവോൾവ് ആണ്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ഇത് ഉത്പാദിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇതിന് എന്ത് കിട്ടുന്നുണ്ട്? റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. റെന്റ് ആയിട്ടും വേജ് ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും. അപ്പൊ അതുവഴി എന്തുണ്ടാവും? അവിടെ ആ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് വരും. അവർ ആ ക്യാഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ ഡിമാൻഡ് മീൻസ് ക്യാഷ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാഷ് എന്തിനു ഉപയോഗിക്കുന്നു? സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു. അപ്പൊ വാങ്ങുക മീൻസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. ഇവിടെ സിംപ്ലി അത് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നത്. ഡിമാൻഡ് മീൻസ് നമ്മുടെ എന്താണ്? ചോദനം എന്നാണ് എക്കണോമിക്സിൽ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു വാണ്ട് അല്ല ഡിമാൻഡ്. നമുക്കൊരു സാധനം വാങ്ങണമെന്ന് ആഗ്രഹം മാത്രം പോരാ, അതിനുള്ള എബിലിറ്റിയും വില്ലിംഗ്നെസ്സും ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾക്ക് എന്താണ്? ഒരു സാധനം ആവശ്യമാണെങ്കിൽ അത് വാങ്ങാനുള്ള എബിലിറ്റി വേണം. എബിലിറ്റി മീൻസ് എന്താണ്? ക്യാഷ് വേണം. പിന്നെ വാങ്ങാൻ എന്താണ്? താല്പര്യവും ഉണ്ടാവണം. ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെബിസെ പറയുന്ന ഇതാണ്, ഒരു രാജ്യത്ത് ഉത്പാദനം നടന്നു കഴിഞ്ഞാൽ ആ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളെല്ലാം ആൾക്കാർ എന്ത് ചെയ്യും? വാങ്ങും. there will be no ഓവർ പ്രൊഡക്ഷൻ. അവിടെ ഒരിക്കലും ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതായത് ഈ ഒരു ആശയം എക്കോണമിയിൽ ഒരുപാട് വർഷത്തോളം ഇതാണ് ഫോളോ ചെയ്തിരുന്നത്. എല്ലാവരും ശരിയായിരിക്കാം. ഓവർ പ്രൊഡക്ഷൻ, അമിത ഉത്പാദനം, സാധനങ്ങളൊന്നും ഇങ്ങനെ ബൾക്കായിട്ട് കെട്ടിക്കിടക്കില്ല. എന്ത് സാധനം ഉത്പാദിപ്പിക്കുന്നോ അതെല്ലാം ആൾക്കാരും വാങ്ങി ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കാം, ഈ പറഞ്ഞ മൂന്ന് ആശയങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ എക്കോണമിക് സിസ്റ്റം നോക്കിയാൽ എല്ലാവർക്കും ജോലിയുണ്ടോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടാതെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം ഓവർ പ്രൊഡക്ഷൻ. നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്? എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളെല്ലാം വാങ്ങിച്ചു തീർക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ പോയി വാങ്ങാറുള്ളൂ. നമ്മളത് ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞ് മൊത്തം നമ്മൾ കിട്ടുന്ന ക്യാഷ് വാങ്ങി തീർക്കുവാണോ? നമ്മൾ സേവ് ചെയ്യാറുണ്ട്, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പല ആവശ്യങ്ങൾക്ക്. ബാക്കിയാണ് നമ്മൾ കൺസംഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഐഡിയാസിനകത്ത് കുറെ അല്ല, ഇത് കംപ്ലീറ്റ്ലി എന്താണ്? റോങ് ആണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയും. അപ്പൊ ഈ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഇതിനെയാണ് ക്ലാസിക്കൽ എക്കണോമിക്സിന് പില്ലേഴ്സ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ എന്താണ്? ക്രക്സ് പോയിന്റ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ഫുൾ എംപ്ലോയ്മെന്റ്, എക്കോണമി വിൽ ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം അല്ലെ ഓർ ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് എന്താണ്? ഫ്രീ എക്കോണമി, there will be no intervention of government. Then next one is Say's law of market. What is Say's law of market? Supply creates its own demand. Supply എപ്പോഴും അതിന്റെ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ആൾക്കാർ വാങ്ങും. അപ്പൊ ഈ ഒരു ആശയം നിലനിന്നിരുന്ന ടൈമില് ഏകദേശം 1929 1929 ആയപ്പോ എക്കോണമിയിലെല്ലാം അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ്, എല്ലാവരും ഈ ഒരു ബിലീഫിലാണ് പോകുന്നത്. മൈക്രോ എക്കണോമിക്സ് ആണ് ഇവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ആ രീതിക്ക് ഇങ്ങനെ എക്കോണമി മൂവ് ചെയ്തുകൊണ്ടിരുന്ന ടൈമില് ഒരു 1929 ആയപ്പോ എല്ലാ രാജ്യങ്ങളിലും ഒരു ബേസിക് ഒരു ഇഷ്യൂ, അതായത് പ്രത്യേകിച്ചും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒരു സിവിയർ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ തുടങ്ങി. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3% മാത്രമായിരുന്നു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 25%-ലോട്ട് പോകാൻ തുടങ്ങി. ഔട്ട്പുട്ട് മീൻസ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? 33% കുറഞ്ഞു. അപ്പൊ എന്താണ്? ഉത്പാദനം കുറയുക മീൻസ് അപ്പൊ എക്കോണമിയിൽ ഇൻകം ജനറേഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ ഉത്പാദനം നടക്കുന്നത് ഏത് മേഖലയിലും ആയിക്കോട്ടെ, ഇതിപ്പോ നമ്മൾ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് സേവനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുഡ്സിന്റെ ഉത്പാദനം, സാധനങ്ങളുടെ ഉത്പാദനം മാത്രമല്ല സേവനങ്ങൾ നമ്മൾ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ എന്താണ്? സർവീസ് ഓഫ് എ ടീച്ചർ, സർവീസ് ഓഫ് എ ഡോക്ടർ, സർവീസ് ഓഫ് എ ബാങ്കർ, ഇങ്ങനെ ആര് ചെയ്യുന്ന സേവനങ്ങൾ എന്താണ്? പ്രൊഡക്ഷനിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ഷൻ നടക്കുന്നെങ്കിൽ ഈ പ്രൊഡക്ഷന്റെ റിസൾട്ട് എന്താണ്? ഔട്ട്കം എന്താണ്? ഫൈനൽ ഔട്ട്പുട്ട് ആണ്. ഈ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്ന എല്ലാ ഉത്പാദന ഘടകങ്ങൾക്കും എന്ത് കൊടുക്കാറുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെമ്യൂണറേഷൻ, പ്രതിഫലം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പ്രതിഫലം എന്ത് ചെയ്യും? അവരുടെ കയ്യിലേക്ക് വരും. അവർ ഈ ക്യാഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ പല മേഖലയിൽ ഉത്പാദനം നടന്ന സാധനങ്ങൾ പോയി വാങ്ങാറുണ്ട്. അതിനാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. ഉപഭോഗം, സാധനങ്ങൾ പോയി വാങ്ങും. ഈ വാങ്ങിയിട്ട് അതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വീണ്ടും ഈ ഒരു പ്രോസസ് നമ്മളപ്പോൾ ഇത്രയും സാധനം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും, കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്. അപ്പൊ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അവിടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യും. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനടുത്ത് എന്ത് ചെയ്യും? ആൾക്കാർ അവർക്ക് കിട്ടുന്ന ക്യാഷ് കൊണ്ട് സാധനങ്ങൾ വാങ്ങും. വീണ്ടും ഇതൊരു സൈക്ലിക്കൽ പ്രോസസ് ആണ്. ഒരു കണ്ടിന്യൂസ് ഒരു
പ്രോസസ്സാണ് ഇക്കോണമിയിൽ നടക്കുന്നത്. എല്ലാ എക്കോണമിയിലും പ്രൊഡക്ഷൻ ദാറ്റ് ക്രിയേറ്റ്സ് ഇൻകം, ഇൻകം ജനറേറ്റ്സ് എന്താണ് ഡിമാൻഡ്, ഡിമാൻഡ് ലീഡ്സ് ടു എഗെയിൻ പ്രൊഡക്ഷൻ. ഇത് തന്നെ ഈ ഒരു പ്രോസസ്സാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് എല്ലാ എക്കോണമിയിലും. അപ്പൊ നോക്കുക, അപ്പൊ ഈ ഒരു സാഹചര്യം നടക്കുന്നതിനിടയ്ക്ക് അപ്പൊ ഇതാണ് റൂൾ. അപ്പൊ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ആയി തുടങ്ങി. അപ്പൊ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കുന്നത്, ആൾക്കാർക്ക് വരുമാനം കിട്ടത്തില്ല. വരുമാനം കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഡിമാൻഡ് ചെയ്യാൻ, വരുമാനം മീൻസ് പൈസ ഇല്ല, നമുക്ക് സാധനം വാങ്ങാൻ പറ്റുമോ, അപ്പൊ ആൾക്കാർ സാധനം വാങ്ങാൻ പോകത്തില്ല. അപ്പൊ വീണ്ടും ഈ പ്രശ്നം വേഴ്സ് ആവും. സാധനങ്ങൾ ആൾക്കാർ വാങ്ങാൻ പോയില്ലെങ്കിൽ ഉള്ള പ്രൊഡക്ഷൻ വീണ്ടും കുറയും. കാര്യം ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് കൺസ്യൂമേഴ്സിനെ കരുതിയാണ്. അവരത് വാങ്ങുന്നില്ലെങ്കിൽ എന്തവിടെ ഉണ്ടാവും, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ ഫസ്റ്റ് പ്രോബ്ലം അവിടെ എറൈസ് ചെയ്തു, ഓവർ പ്രൊഡക്ഷൻ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ഓവർ പ്രൊഡക്ഷനെ ഉണ്ടാകത്തില്ലെന്ന് ആര് പറഞ്ഞിരുന്നു, JBC പറഞ്ഞതാണ്. പക്ഷെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി മീൻസ് എപ്പോഴേ എന്താണ്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു. കാര്യം ആൾക്കാരില്ല. ഓവർ പ്രൊഡക്ഷൻ വന്നപ്പോൾ കമ്പനീസ് എല്ലാം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല. നിലവിലുള്ളവരെ എന്ത് ചെയ്തു, പിരിച്ചുവിട്ടു. അവിടെ ഒരുപാട് വർക്കിംഗ് യൂണിറ്റ്സ് ഐഡിലായി മാറി. എല്ലാ കമ്പനീസിലും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോ എന്ത് ചെയ്തു, ആർക്കും വരുമാനം, ആർക്കും സാലറി ഇല്ല, ആർക്കും എന്താണ് യാതൊരു തരത്തിലുള്ള എന്താണ് മോണിറ്ററി ബെനിഫിറ്റും കിട്ടാതെയായി. അപ്പൊ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ ഇങ്ങനെ പോകും. അപ്പൊ പലരും എന്താണ് അൺഎംപ്ലോയ്മെന്റിലോട്ടും ത്രൂ കംപ്ലീറ്റ് പോവർട്ടിയിലോട്ടും പോവുകയായി. അപ്പൊ കംപ്ലീറ്റ് എന്താണ് ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. ആ ഒരു സർക്കിളിൽ തന്നെ, ദാരിദ്ര്യത്തിന്റെ ഒരു സർക്കിളിൽ തന്നെ ഇങ്ങനെ രാജ്യങ്ങളിൽ പലയിടത്തും, മിക്കവാറും എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ ആൻഡ് നോർത്ത് അമേരിക്കൻ കൺട്രീസിലെല്ലാം ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ രാജ്യങ്ങളെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് മറ്റുള്ള രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതിന്റെ സബ്സിക്വന്റ് എഫക്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഈ പ്രശ്നം ഒരു പരിധി കഴിഞ്ഞപ്പോ ആൾക്കാർ ഒബ്സർവ് ചെയ്ത് തുടങ്ങി. ഇത് എന്താണ്, ഇത് ഫുൾ എംപ്ലോയ്മെന്റ് പറഞ്ഞിട്ട് എല്ലാം ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ല, പെട്ടെന്ന് ജോലി ഇല്ലാതായി. പ്രൊഡക്ഷൻ, ഓവർ പ്രൊഡക്ഷൻ, കുറെ സാധനങ്ങൾ ബൾക്കായിട്ട് കെട്ടിക്കിടക്കുന്നു, ആരും മേടിക്കാനില്ല, ആൾക്കാർക്ക് ജോലിയില്ല. അതേപോലെ തന്നെ ആകെ കോംപ്ലിക്കേഷൻ ആണല്ലോ, ദാരിദ്ര്യമാണല്ലോ. അപ്പൊ ഈ ഒരു ആശയം ഇതിങ്ങനെ 1929 മുതൽ ഈ ഒരു പ്രതിസന്ധി ലോകം കണ്ടു തുടങ്ങി. ഇതാണ് ഡിപ്രഷൻ. എല്ലാ സാമ്പത്തിക മേഖലയിലും എല്ലാ സെക്ടേഴ്സിലും എന്താണ് കംപ്ലീറ്റ് എന്താണ് നഷ്ടങ്ങൾ വന്നു തുടങ്ങി. എല്ലാ മേഖലയും കംപ്ലീറ്റ് രാജ്യങ്ങൾ കൊളാപ്സ് ആവാൻ തുടങ്ങി. ഈ പ്രശ്നം വന്നപ്പോ ആര്, ഈ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞ ഒരു എക്കോണമിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഫുൾ നെയിം ജോൺ മെയ്നാർഡ് കെയ്ൻസ്, നമ്മൾ JM കെയ്ൻസ് എന്ന് പറയും. അപ്പൊ ഈ JM കെയ്ൻസ് എന്ന് പറഞ്ഞ എക്കോണമിസ്റ്റ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി 1936. 29 മുതൽ ഈ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ കോമൺലി എല്ലാവരും എന്താണ്, ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്ട്രക്ഷൻ നമ്മൾ എന്ത് പറയും, ഡിപ്രഷൻ. നമ്മൾ നേരത്തെ ബിസിനസ് സൈക്കിളിൽ പറഞ്ഞതാണ് ബൂം, റിസിഷൻ, ഡിപ്രഷൻ, റിക്കവറി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ബിസിനസ് സൈക്കിളിൽ ആ ഒരു സൈക്ലിക്കൽ മൂവ്മെന്റ് നോക്കിയിട്ട് പറയും. അപ്പൊ അതിനകത്ത് നമുക്ക് പറയാം ആ ഒരു ഫ്ലോ മൂവ്മെന്റ്സ് സൈക്ലിക്കലായിട്ട് വരയ്ക്കാം. ഞാനിപ്പോ നേരത്തെ കാണിച്ചതുപോലെ പോവാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇപ്പൊ റിസിഷനിൽ, ഡിപ്രഷനിൽ വന്ന് നിൽക്കുകയാണ്, അതായത് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഡിപ്രഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, Depression means severe and prolonged downturn in economic activity. Severe and prolonged downturn. എല്ലാ മേഖലയിലും ഉണ്ടായ ഭയങ്കര ദുരിതപൂർണമായിട്ടുള്ള എന്താണ് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയും നശിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഒരു പുരോഗതിയില്ല, ഒരു അപ്ലിഫ്റ്റ്മെന്റും ഇല്ല, എല്ലാം നാശമായി പോയി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിനെങ്കിലും കര കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പതിച്ചു നിൽക്കുന്ന ടൈമിൽ ഈ ഡിപ്രഷന് ഇതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാന്ന് JM കെയ്ൻസ് എന്ന് പറഞ്ഞ എക്കോണമിസ്റ്റ് ഒരു ബുക്ക് എഴുതിയ ബുക്കിന്റെ പേരാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞിട്ട് 1936 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ്. ഈ ബുക്കിലൂടെ കെയ്ൻസ് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ക്ലാസിക്കൽ ഐഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. ക്ലാസിക്കൽ ഐഡിയാസ് ആയ ഫുൾ എംപ്ലോയ്മെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു. എങ്ങനെ ഫുൾ എംപ്ലോയ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ എക്കോണമിയിൽ എങ്ങനെ അൺഎംപ്ലോയ്മെന്റ് വരുന്നു, എങ്ങനെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഗവൺമെന്റ് ഇല്ലാതെ എല്ലാ കാര്യവും ഓട്ടോമാറ്റിക്കലി എത്ര ആൾക്കാർക്ക് എത്രത്തോളം സാധനങ്ങൾ ആവശ്യമുണ്ട്, ദാറ്റ് മീൻസ് ഡിമാൻഡ് റൈസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഉത്പാദനം നടക്കും എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ എന്തുകൊണ്ട് പിന്നെ സാധനങ്ങൾ ഡിമാൻഡും ഇല്ല, പ്രൊഡക്ഷനും ഇല്ല, ആകെപ്പാടി കൊളാപ്സ് ആയത് എങ്ങനെ? അപ്പൊ അവിടെ ഗവൺമെന്റിന്റെ ആവശ്യമില്ലാത്തത് എന്ത്, അവിടെ ഗവൺമെന്റ് വേണ്ടേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് പറയും, പ്രൊഡക്ഷൻ ആണോ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആരെങ്കിലും കുറെ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചു വെച്ചാൽ അതെല്ലാം മസ്റ്റ് ആയിട്ടും കൺസ്യൂമേഴ്സ് വാങ്ങും എന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ വാങ്ങിയാൽ ഈ പ്രശ്നം വരുമായിരുന്നോ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്തു. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അതെല്ലാവരും ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു കാര്യം. അപ്പൊ നമുക്ക് മനസ്സിലായി കെയ്ൻസ് പറഞ്ഞ ആശയങ്ങൾ എന്താണ്, അത് മാത്രമാണ് കറക്റ്റ് എന്നുള്ളത് ആ ഒരു എക്കണോമിക് ടൈം പീരീഡിൽ നിന്ന് മനസ്സിലാവുകയും ഫുൾ എംപ്ലോയ്മെന്റിന് പകരം കെയ്ൻസ് കൊണ്ടുവന്ന ആശയമാണ് അണ്ടർ എംപ്ലോയ്മെന്റ്.
അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എക്കോണമിയിലും എപ്പോഴും ആ എക്കോണമി എത്രത്തോളം പ്രോഗ്രസീവ് ആണെങ്കിലും എത്ര ഡെവലപ്ഡ് ആണെങ്കിലും എപ്പോഴും ഒരു സർട്ടൺ പോർഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ് എല്ലാ എക്കോണമിയിലും എക്സിസ്റ്റ് ചെയ്തിരിക്കും. അതിനെയാണ് കെയ്ൻസ് പറയുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ. ഒരിക്കലും ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ വരത്തില്ല. എല്ലാ എക്കണോമിക് റിസോഴ്സസും കുറച്ച് ടൈമിൽ അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സും എപ്പോഴും എംപ്ലോയിഡ് ആയിരിക്കത്തില്ല. കുറെ ടൈമിൽ എന്തുണ്ടാവും? അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതിനെയാണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ഫ്രീ എക്കോണമി അല്ല, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് നീഡഡ്. ഗവൺമെന്റ് മസ്റ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു ആശയം ആര് കൊണ്ടുവന്നു? കെയ്ൻസ് കൊണ്ടുവന്നു. ഗവൺമെന്റ് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ എക്കണോമിക് ഇഷ്യൂസ് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കെയ്ൻസ് പറയുകയുണ്ടായി. ദെൻ കെയ്ൻസ് പറഞ്ഞ എന്താണ്? സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് പറയുന്നത് കണക്ക് സപ്ലൈ അല്ല, പ്രൊഡക്ഷൻ നടക്കുന്നത് കാരണം എല്ലാം ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുമെന്നും ഇൻകം എന്താണ്? ആൾക്കാരിൽ എന്താണ്? സാധനങ്ങൾ വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കും എന്നുമല്ല, തിരിച്ച് ആൾക്കാർക്ക് സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അതിനനുസരിച്ച് കമ്പനീസ് എന്ത് നടത്തത്തുള്ളൂ? ഉൽപാദനം നടത്തത്തുള്ളൂ. അതിനനുസരിച്ച് വരുമാനം വരത്തുള്ളൂ. സോ ഇവിടെ ആരാണ് മാസ്റ്റർ? ഡിമാൻഡ് ആണ് മാസ്റ്റർ എന്ന് ആര് പറഞ്ഞു? കെയ്ൻസ് പറയുകയുണ്ടായി. സപ്ലൈ അല്ല, മറിച്ച് ആരാണ്? ഡിമാൻഡിന് പ്രയോറിറ്റി ആര് കൊടുത്തു? ഗെയിൻസ് കൊടുത്തപ്പോൾ മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പൊ സോ ഒരാളുടെ ഡിമാൻഡ് എന്നല്ല, ടോട്ടൽ ഡിമാൻഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡിന് കെയ്ൻസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കെയ്ൻസ് കൊണ്ടുവന്ന ആശയങ്ങൾ ഈ മൂന്ന് പില്ലറിനെയും ഈ മൂന്ന് പോയിന്റ്സിനെയും കൗണ്ടർ ചെയ്തു. ആദ്യത്തെ എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റിന് പകരം കെയ്ൻസ് അണ്ടർ എംപ്ലോയ്മെന്റ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഫ്രീ എക്കോണമിയാണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കെയ്ൻസ് എന്ത് പറഞ്ഞു? എന്ത് വേണം? ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്താണ്? മസ്റ്റ് ആയിട്ടും വേണം. ദെൻ അടുത്തത് എന്താണ്? സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിനെ കൗണ്ടർ ചെയ്തിട്ട് പറഞ്ഞു ഡിമാൻഡ് ആണ്, ഡിമാൻഡ് സൈഡ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൾക്കാർക്ക് സാധനങ്ങൾ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ, ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ അവിടെ ഓവർ പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കത്തുള്ളൂ. അതാണ് ഇപ്പൊ ഡിമാൻഡ് ആണ് മാസ്റ്റർ എന്ന് പറയുകയുണ്ട്. ഇത് ഈ ഐഡിയോളജി എല്ലാവരും വെൽക്കം ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്തു? പുതിയൊരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഫോം ചെയ്യുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ കെയ്ൻസിന്റെ എമർജൻസി കാരണം, കെയ്ൻസ് എന്ന് പറഞ്ഞ എക്കോണമിസ്റ്റിന്റെ അറൈവൽ കാരണം ഫോം ചെയ്ത സബ്ജക്ട് ആയതിന് അപ്പൊ കെയ്ൻസിന്റെ ആശയങ്ങൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഫോക്കസ് ചെയ്തു. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇസ് നീഡഡ്. അത്തരം ആശയങ്ങൾ ഗവൺമെന്റ് വരണം, ഗവൺമെന്റിന്റെ പോളിസി ആയിട്ടുള്ള ഫിസിക്കൽ പോളിസിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കെയ്ൻസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ കെയ്ൻസിന്റെ ആശയങ്ങളിൽ നിന്ന് എമർജ് ചെയ്ത് വന്ന എക്കണോമിക്സ് ആണ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ സോ മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കറക്റ്റ് അതിന് നമുക്ക് പറയുന്നത് കെയ്നീഷ്യൻ റെവല്യൂഷൻ തന്നെയാണ്. ഒരു റെവല്യൂഷൻ തന്നെയാണ് കെയ്ൻസ് അവിടെ അത്രയും നാളുകൾ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളെ ഒറ്റയടിക്ക് മാറ്റാൻ ഈ ഒരു ഡിപ്രഷന്റെ സാഹചര്യത്താൽ ആർക്ക് കഴിഞ്ഞു? കെയ്ൻസിന് കഴിഞ്ഞു. സോ അതിനെ നമ്മൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നു. പിന്നെ നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ രണ്ട് തരത്തിലാണ് വരുന്നത്. വാട്ട് ഇസ് ദ എമർജൻസ്, വാട്ട് വാസ് ദ റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിച്ചാലും വാട്ട് ഇസ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എന്ന് ചോദിച്ചാൽ ആക്ച്വലി 1929 മുതൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 30കളിൽ സാമ്പത്തിക മാന്ദ്യം, ആഗോള സാമ്പത്തിക മാന്ദ്യം എന്നാണ് ഈ പ്രശ്നത്തെ പറയുന്നത്. ഇത് രണ്ട് ചോദിച്ചാലും നമ്മൾ ഈ കാര്യങ്ങൾ ഇത്ര എഴുതണം. ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഐഡിയാസ് എന്തൊക്കെയാണ്, എക്കോണമിസ്റ്റുകൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്, എന്നിട്ട് എക്കോണമിയിൽ 1929 മുതൽ അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഔട്ട്പുട്ടൊക്കെ 33% വളരെ ഷോർട്ടായി. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3% 25 റൗസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കംപ്ലീറ്റ് പ്രോബ്ലംസ് വന്നു. ഫുൾ എംപ്ലോയ്മെന്റ് എല്ലാം എന്താണ് ഒരു ക്വസ്റ്റൻ ആയി മാറിയപ്പോ അവിടെ ആര് എമർജ് ചെയ്തു? ആര് ബുക്ക് പബ്ലിഷ് ചെയ്തു? ജെ.എം. കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞ എക്കോണമിസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തു. ബുക്കിന്റെ പേരാണ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഡ്യൂറിംഗ് ഏത് ടൈമിലാണ്? 1936. അപ്പോൾ അങ്ങനെ കെയ്ൻസിന്റെ ആ ഒരു എൻട്രി, ഒരു അറൈവലിനെ നമ്മൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്ട് തന്നെ രണ്ട് ബ്രാഞ്ച് ആയിട്ട്, എസ്പെഷ്യലി മൈക്രോയിൽ നിന്ന് മാക്രോ എന്നൊരു സബ്ജക്ട് ഫോം ചെയ്യാൻ കാരണമായത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇത്.